നോമ്പ് തുടങ്ങിയിട്ട് നമ്മൾ മസാലക്കഞ്ഞി ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇന്ന് മസാലക്കഞ്ഞിയാണ് നമുക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് നമുക്ക് കുറച്ച് പശു നെയ്യിൽ സ്പൈസസ് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ തക്കാളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് പൊടികളായിട്ടുള്ള ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ടിട്ട് ഒന്നും കൂടി വഴറ്റാൻ കൂടെ തന്നെ മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഇറച്ചിയും കൂടി ഇട്ട് കൊടുക്കുക. ചിക്കനാണ് എന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലും ഇല്ലാത്തതോ ഉള്ളതോ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം അരിയും കൂടി ഇട്ടത് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാൻ പകുതി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി വരുന്ന ഭാഗത്ത് നിന്ന് ഞാൻ എല്ലൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല തിളച്ച വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സായി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരച്ച അരപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ എത്ര നമുക്ക് കട്ടി വേണോ അത്രയ്ക്ക് നമുക്ക് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ചേർത്താലാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ചധികം തന്നെ ഉണ്ട് കേട്ടോ കഞ്ഞി. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു കഞ്ഞി. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.